ഇപ്പോൾ പോലും നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരിയുടെ ഹദീസ് എടുത്ത് പറയുകയാണ്. ആ ഹദീസ് എടുത്തു ധരിച്ചിട്ട് പറയുകയാണ്, ഫഇന്നല്ലാഹ അസമഹുമാ ബിബറകതി ഹാദിഹിൽ ഇസ്തിആദ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനും അതുപോലെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകി. എന്തുകൊണ്ട്? ബിബറകതി ഹാദിഹിൽ ഇസ്തിആദ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ഈ പ്രാർത്ഥന കൊണ്ട്, ആ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനും അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും സുരക്ഷിതത്വം നൽകിയതാണ്. അപ്പൊ ഈ ചങ്ങായിക്ക് പിന്നെ സംശയം. ഇമാം ബുഖാരിക്ക് ഈ ആയത്ത് വളരെ വ്യക്തമായി മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഈ ആയത്ത് മനസ്സിലായി, എന്നിട്ടും ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു. ഇമാം മുസ്ലിമിന് ഈ ആയത്ത് കണ്ടു, അത് മനസ്സിലായി, എന്നിട്ടും ആ ഹദീസ് ഉദ്ധരിച്ചു. അതുപോലെ ഇമാം നവവി ഈ ആയത്ത് കണ്ടു, അത് വിശദീകരിച്ചു. ബൈലാവി, അബീ സഊദ് തുടങ്ങി എത്രയോ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെല്ലാം ഈ ആയത്ത് കണ്ടു, എന്നിട്ട് അത് ഉദ്ധരിച്ചു. പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോഴും സംശയം തീർന്നില്ല. മടവൂരികൾ ചോദിക്കണം, ഫലമ്മാ വലാത്തുഹ നാളിലേ ഉള്ളത് എന്ന് വീണ്ടും ചോദിക്കുന്നു. പ്രസവിച്ചപ്പോൾ ഇങ്ങനെ ഖുർആൻ അർത്ഥം പറയാൻ നിന്നാല് വല്ലാതെ കുടുങ്ങിപ്പോകും. ഈ പഠിച്ച അരമുറിയൻ നഹ്വുമായിട്ട് ഖുർആനിനെ സമീപിച്ചാൽ വല്ലാതെ കുടുങ്ങിപ്പോകും. ഇനിയും ഖുർആൻ നോക്കിക്കോളൂ, എത്ര ഹദീസുകളെ നിഷേധിക്കാം. ഖുർആൻ തന്നെ പറയുന്നത് കേട്ടോളൂ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ കുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. ഖുർആനിലെ ആയത്താ. എന്താ പറഞ്ഞത്? ഇദാ കുംതും ഇലസ്സലാത്തി, നമസ്കാരത്തിന് നിന്നാൽ ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നന്നായി മുഖം കഴുകണം. മാത്രമല്ല വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, രണ്ട് കൈയും മുട്ടുവരെ കഴുകണം. വംസഹു ബിറൂസിക്കും, തല തടവണം. വഅർജുലക്കും ഇലൽ കഅബൈൻ, കാല് ഞെരിയാണി വരെ കഴുകണം. ഹദീസിലുള്ളതോ നിസ്കരിക്കുന്നതിന് മുമ്പ് wudu എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഖുർആനെതിരാ. ഖുർആൻ പറഞ്ഞത് ഇതാ കുന്തുമിലസ്സലാത്തി, നിസ്കരിക്കാൻ നിന്നിട്ട് മതി മോങ്കഴുകലിൽ നിന്നാ ഖുർആൻ പറഞ്ഞത്. നിസ്കരിക്കാൻ നിന്നിട്ട് മതി തലതടവലിൽ നിന്നാ ഖുർആൻ പറഞ്ഞത്. നിസ്കരിക്കാൻ നിന്നിട്ട് മതി കൈകഴുകലിൽ നിന്നാ ഖുർആൻ പറഞ്ഞത്. ഓന്റെ അരമുറിയൻ നഹുവുമായിട്ട് ഖുർആൻ അർത്ഥം പറയാൻ നിന്നാല് എന്തൊക്കെ ഉണ്ടാവും? അപ്പോ നമസ്കാരത്തിന് മുമ്പ് വേണമെന്ന് പറഞ്ഞ മുഴുവൻ ഹദീസുകളും ഖുർആനിന് വിരുദ്ധമാണ് പോൽ. അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതന്നെ ഇവിടെയും ചെയ്യേണ്ടത്. ഇനി മാത്രമല്ല, വീണ്ടും ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മി യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, ധൃതി വെച്ചുകൊണ്ട് നീ പള്ളിയിലേക്ക് പോകണം, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് പോകണം, ഖുത്ബയിലേക്ക് പോകണം. അപ്പോ വെള്ളിയാഴ്ച ദിവസം നേരത്തെ ഖുത്ബക്ക് പോയാൽ കൂലി ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ. പറ്റൂല, ഖുർആനെതിരാണ്. നമസ്കാരത്തിന് വെള്ളിയാഴ്ച നേരത്തെ പോകണമെന്ന് പറഞ്ഞത് ഖുർആനെതിരാണ്. കാരണം ഖുർആൻ പറഞ്ഞ് വിളിച്ചിട്ട് പോയാൽ മതി എന്നാണ്. അവ വിളിച്ചിട്ട് പോയാൽ മതി എന്ന് ഖുർആൻ പറയുമ്പോ നേരത്തെ പോകണമെന്ന് ഹദീസിൽ പറയുന്നു. അതുകൊണ്ട് ആ ഹദീസുകൾ ഖുർആനിന് വിരുദ്ധമായ ഹദീസുകളാണ്. അത് തള്ളിക്കളയണമെന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്തിന് അത് സ്വീകരിക്കേണ്ട ബാധ്യതയുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് അത് സ്വീകരിക്കേണ്ട ബാധ്യതയുണ്ടോ? മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അപകടകരമായ വാദങ്ങൾ ഇസ്ലാമിന്റെ പേരിലും ഇസ്ലാഹിന്റെ പേരിലും പ്രചരിപ്പിക്കുമ്പോ ഒരു മുസ്ലിമായ മനുഷ്യന്, മുഅ്മിനായ മനുഷ്യന് ഇത് നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പൊ വളരെ വ്യക്തമായും ലളിതമായും മനസ്സിലായി. ഇവര് പറയാ ബുഖാരി മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഖുർആനിനെതിരെ. ഇനി സ്വീകരിക്കാമെങ്കിൽ തന്നെ ശാസ്ത്രം പറയണ പോലെ നമുക്ക് സ്വീകരിക്കാം. കാറ്റടിച്ച് കയറുകയാണ്, വാൽവ് നന്നാകലാണ് എന്നൊക്കെ അങ്ങനെ പറയാന്ന. ഈ ചങ്ങായിക്ക് ശാസ്ത്രം അറിയോ? ഇല്ല. ഖുർആൻ അറിയോ? അതില്ല. ഹദീസ് അറിയോ? അതും ഇല്ല. എന്നിട്ട് സ്വന്തം ബുദ്ധിക്കനുസരിച്ച് അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. പക്ഷേ അപ്പൊ ഖത്തർ ഗ്രൂപ്പുകാർ എന്നിട്ട് പറഞ്ഞ് പറ്റൂല, ഈ നിലപാട് ശരിയല്ല. ഖത്തർ ഗ്രൂപ്പ് പറയുന്നത് കുത്തുണ്ട് എന്നാ. ഖത്തർ ഗ്രൂപ്പിന് കുത്തു പറ്റും, കേരളത്തിൽ കുത്തു പറ്റൂല. ഖത്തർ ഗ്രൂപ്പ് പറയുന്നത് കുത്തുണ്ട്. കേട്ടോളൂ, ഖത്തർ ഗ്രൂപ്പ് പറയുന്നത് വളരെ വ്യക്തമായി തന്നെ കേട്ടോളൂ.